എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. ഇതിപ്പം കുറച്ച് ശ്രോതാക്കൾ സംശയമുണ്ടല്ലോ, കുറച്ച് ആളുകൾക്ക് ഇതൊക്കെ ഒന്ന് വിശദീകരിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഓരോരോ സംശയങ്ങളാണ്. രാഗം എങ്ങനെ, സ്വരങ്ങൾ എങ്ങനെ, ഇതൊക്കെയാണ് ഇപ്പോൾ പറയുന്നത്. ഇപ്പം ഞാനൊന്ന് പറഞ്ഞുതരാം, ഇതിൻ്റെ റൂട്ട് ഞാൻ പറഞ്ഞുതരാം. ആദ്യം തന്നെ നാദം, നാദത്തിന് ശേഷം ശ്രുതികൾ വന്നതിന് ശേഷം സ്വരങ്ങളിന് ശേഷമാണ് രാഗം. മനസ്സിലാവുന്നുണ്ടോ? നാദം, പിന്നെ അതിൽ നിന്ന് പിന്നെ ശ്രുതികൾക്ക് ശേഷം സ്വരങ്ങൾക്ക് ശേഷം രാഗം. കാരണം സ്വരം ഇല്ലാതെ രാഗം വരൂല. മനസ്സിലായോ? ശ്രുതികൾ എന്ന് പറയുമ്പം പറഞ്ഞതുപോലെ ശ്രുതി എന്ന് പറയുമ്പോൾ എന്താന്ന് തോന്നും? 1, 1.5, 2, 2.5, 3, 4, 4.5, 5, 5.5, 6, 6.5, 7. അതിപ്പോൾ സി ഷാർപ്പ് ഇങ്ങനെയൊക്കെ പറയും വെസ്റ്റേണിലാകുമ്പോൾ. അപ്പോൾ അതാണ് ശ്രുതികൾ. ഇതൊക്കെ സത്യത്തിൽ ഒരു ചെറിയൊരു ഹിന്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളതൊക്കെ അതിനു വേണ്ടി ദൈവം നിയോഗിച്ച് വെച്ചിട്ടുണ്ട് ഓരോരുത്തരെയും. അവരിലൂടെ ഇത് വന്നതാണ് ഇതൊക്കെ. ഇപ്പോൾ ഒരു പാട്ടായാലും, ഇപ്പം ഞാൻ പറഞ്ഞ സ്വരങ്ങൾ വന്നതിന് ശേഷം നമുക്ക് രാഗം ഉണ്ടാക്കാൻ കഴിയുള്ളൂ. മനസ്സിലായോ? അപ്പം 5 സ്വരത്തിന് ഔഡവം എന്ന് പറയും, 6 സ്വരത്തിന് ഷാഡവം എന്ന് പറയും, സപ്തസ്വരങ്ങൾ 7 എണ്ണം. അപ്പം ഞാനൊരു പറഞ്ഞുതരാം. ഇപ്പം സ്വരങ്ങളിൽ ഒരു രാഗം ഉണ്ടാക്കുന്നത് ഇപ്പം ഇതിനു മുമ്പുള്ള പ്രഗത്ഭന്മാരുണ്ടാക്കി വെച്ചതായിരിക്കും ഇതൊക്കെ. ആളുകളെ പേരൊക്കെ എടുത്ത് പറയാൻ ഒരുപാട് നമുക്ക് പറയാം, പലതും. അങ്ങനെ അത്രയൊന്നും നിങ്ങൾക്ക് ഒന്ന് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവണം, അത്രയേ ഉള്ളൂ. ഇതിനൊക്കെ ഉള്ള ബുക്കുകളുണ്ട്. ആ ബുക്കുകൾ വായിച്ചാൽ മൊത്തം നമുക്ക് കിട്ടും. അപ്പം ഞാൻ അത് കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഒരു 10 മിനിറ്റ് കൊണ്ട് അത് തീർക്കണം. അപ്പം ഇപ്പൊ ഒരു രാഗം വായിക്കുകയാണ്. സരിഗ പദസ സദപ ഗരിസ, ഔഡവാണ്, 5 സ്വരം. അപ്പൊ അതില് മോഹനരാഗം ആയിക്കോട്ടെ, നമ്മൾ എടുക്കുക. സരിഗ പദസ സദപ ഗരിസ. മനസ്സിലായോ? സന്തോഷം നിറഞ്ഞ രാഗ. സരിഗ പദസ. മോഹനം, നല്ല പ്രഭാതം, എല്ലാം പൊട്ടിവിടരുന്ന പ്രഭാതം, സന്തോഷം ഒക്കെ ഇതിൽ ഉൾപ്പെടുത്താം. എന്നാൽ ഇതിപ്പോ സരിഗ പദസ, രി വലുതാണ്, ഗ വലുതാണ്, ധായും വലുതാണ്. മനസ്സിലായോ? ഈ രാഗം ഇതേ സ്വരത്തിൽ തന്നെ രി നമ്മൾക്ക് ഗ മാത്രം ചെറുതാക്കാം. ബാക്കി എല്ലാം വലുത് തന്നെ. ബാക്കി ഏതൊക്കെയാണ്? രി വലുത്, പിന്നെ ധായും വലുത്. നമുക്ക് ഗ മാത്രം ചെറുതാക്കി നോക്കാം. രാഗത്തിന്റെ ഒരു പരിചയപ്പെടുത്തലാണ്. സരിഗ പദസ സദപ ഗരിസ. എന്ത് വന്ന് എന്താ നിന്ന് വരുന്നു തോന്നുന്നത്? ശോകം. സരിഗ പദസ. മനസ്സിലായോ? ഇത് ശോകം വന്ന് സരിഗ പദസ സദപ ഗരിസ. ഒരൊറ്റ ഗാ മാറിയപ്പം ഭയങ്കര വിഷമം അല്ലേ? ദുഃഖം. പ്രണയ സരോവര അഷ്ടമി രോഹിണി. കണ്ടില്ലേ? അപ്പൊ രാഗം അങ്ങനെ. ഇതിപ്പോ ഞാൻ 2 രാഗേ പറഞ്ഞിട്ടുള്ളൂ. ഒരുപാട് രാഗം നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റും. പക്ഷെ വേണ്ട, നിങ്ങൾക്ക് മനസ്സിലാവാൻ ഏറ്റവും വലിയ ഞാനിപ്പോ പറഞ്ഞു തന്നത് ഒരു സന്തോഷം, ഒരു ദുഃഖം. അതായത് 2 ഔഡവം, 5 സ്വരം മാത്രം. പക്ഷെ മോഹനത്തില് ഗാ വലുത് വന്നതുകൊണ്ട് മോഹനായി പ്രഭാതം, പൊട്ടി വിടരുന്ന പ്രഭാതം എന്നൊക്കെ അതിന് സന്തോഷിക്കാനും പറ്റും. എന്നാലോ ശിവരഞ്ജിനി, മറ്റേ രാഗം പറഞ്ഞിട്ടുണ്ടാവില്ല പേര്, അത് ഗാ ചെറുതായപ്പോ ശിവരഞ്ജിനി, ദുഃഖം. ഇത്രയും മനസ്സിലാക്കുക.
പിന്നെ ചിലവർക്ക് ഗമകത്തിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. ഗമകം എങ്ങനെയാണ്, തിങ്സ് എങ്ങനെയാണെന്ന്. ഗമകം എന്ന് പറയുന്നത് ഇപ്പൊ നമ്മളിതാ ഇതിൽ തന്നെ ഇപ്പൊ ഗമകാണ് നമ്മൾ മൊത്തം ഉപയോഗിക്കുന്നത്. ഇങ്ങനെ പാടുന്നുണ്ടല്ലോ. അതില് ഇതാണ് ഗമകം. ഇങ്ങനെ പാടുന്നതാ ഗമകം, നമ്മള് വോക്കല് ചെയ്യുന്നത്. തിങ്സോ കണ്ടോ, ഒരു ജെർക്ക് പോലെ പോകുന്നുണ്ടോ? കണ്ടോ? ഇതാണ് തിങ്സ്. മറ്റേതോ ഈ ഒരു സാധനം, അത് കുറച്ച് ഹിന്ദുസ്ഥാനി സ്റ്റൈലായി പോയിട്ടുണ്ടാവും അല്ലേ, രണ്ടും പഠിക്കുന്നതുകൊണ്ടാണ്. കുഴപ്പമില്ല. ഗമകം തിങ്സും മനസ്സിലായോ? ഇനി ട്യൂൺ ചെയ്യുന്നത് ചോദിച്ചിട്ടുണ്ട്. ട്യൂൺ ചെയ്യുന്നത് ഇതിലിപ്പോ നമുക്ക് ട്യൂൺ ചെയ്യാൻ പറ്റും. ഒരു വരികൾ പെട്ടെന്ന് മോഹനം തന്നെ എടുക്കല്ലേ നമുക്ക്. അല്ലെങ്കിൽ ശുദ്ധ സന്യാസി ആയിക്കോട്ടെ, ശുദ്ധ സന്യാസി. അപ്പൊ ഇതില് പാട്ടുകൾ ഇപ്പൊ ഞാൻ വെറുതെ ഒരു സിനിമാ പാട്ട് തന്നെ പറഞ്ഞുതരാം. അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു വരി എനിക്ക് കിട്ടുന്നില്ല, ഇനി ഒരു വരി ഞാൻ തന്നെ ഉണ്ടാക്കാം. ഞാൻ മറന്നുപോയ എന്തെങ്കിലും ഒന്നാട്ടെ, ലാവണ്യം എന്തെങ്കിലും ആട്ടെ. അപ്പൊ ഇതൊന്ന് ട്യൂൺ ചെയ്ത് തരാം. പെട്ടെന്ന് ഞാൻ ചെയ്യാണ്. എനിക്ക് നിങ്ങൾക്ക് അത് പറഞ്ഞതുകൊണ്ട് എനിക്കൊന്നും പെട്ടെന്ന് കിട്ടുന്നില്ല. ഞാൻ മറന്നുപോയ മാനസ പുത്രി ആയിക്കോട്ടെ അല്ലേ. അപ്പൊ ഈ രാഗം എങ്ങനെ വായിക്കും? അപ്പൊ നമ്മളെ മനസ്സിലേക്ക് ഇങ്ങനെ ഒരു ട്യൂൺ ഇങ്ങനെ വരും. ഞാൻ മറന്നു പോയ മാനസപുത്രി. ദേവി, സത്യം ഞാൻ ചെയ്യാണ്. ഞാൻ ഇപ്പൊ പറഞ്ഞ ഈ സംഭവം ഇപ്പൊ എന്റെ മനസ്സിൽ വന്ന ഒരു ഞാൻ മറന്നുപോയ മാനസപുത്രി എന്ന് ഞാൻ പറഞ്ഞു. ഇത് ഞാൻ ട്യൂണും ചെയ്യാണ് ഇപ്പൊ തന്നെ. അമ്മയാണ് സത്യം, ഇപ്പൊ തന്നെ ഞാനത് ചെയ്യാണത്. സംഗീതത്തിനെ പിടിച്ച് സത്യം ചെയ്തുതരാം. പെട്ടെന്ന് വരുന്ന ഒരു സാധനമാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഞാൻ ഒന്നും പ്രിപ്പയർ ചെയ്യാതെ ചെയ്യുന്നത്. അപ്പം ഞാൻ മറന്നു പോയ മാനസപുത്രി. അപ്പൊ ചിലർക്ക് സംവിധായകൻ ഇഷ്ടപ്പെടില്ല, ഇത് വേണ്ടെന്ന് പറയും. അപ്പം വീണ്ടും ഞാൻ മറന്നു പോയ മാനസപുത്രി, ഞാൻ മറന്നു പോയ മാനസപുത്രി. മനസ്സിലാകുന്നുണ്ടോ? അത് പോയോ, അത് വേണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇതൊന്നും ചെയ്ത് ഞാൻ. അപ്പൊ ചിലപ്പോ ഇത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല, വേറെ ചെയ്യണം നമ്മള്. അങ്ങനെയാണ് സംഗീതം ചെയ്യുന്നത്. ഒരു രാഗം എടുക്കുമ്പോൾ ആ രാഗത്തിനെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ ആ രാഗം കുറച്ച് വായിച്ചിട്ടൊക്കെ ഞാൻ ചെയ്യുന്നതാണ് ഞാൻ പറയുന്നത് കേട്ടോ. എല്ലാവരും ഇങ്ങനെയൊക്കെയാണോ എനിക്കറിയില്ല. നമ്മളെ കഴിവിനനുസരിച്ചല്ലേ നമുക്ക് പറ്റുള്ളൂ. അപ്പൊ അത് ഇങ്ങനെ എടുത്തിട്ട് അതിൽ കുറച്ച് പാടിയിട്ട് ആ രാഗത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ആ വരികൾ നോക്കും. അതിന് വൃത്തം കറക്റ്റ് ആവണം കേട്ടോ. വൃത്തം കറക്റ്റ് ആവണം. പണ്ട് ഗോപി സാറ്, PK ഗോപി സാർ എനിക്ക് പാട്ട് എഴുതിയിരുന്നു. ബാബുരാജ് മെമ്മോറിയൽ മ്യൂസിക് അക്കാദമിയിൽ ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ അവിടെ ലളിതഗാനം പഠിപ്പിക്കാനൊക്കെ PK ഗോപി സാറാണ് എനിക്ക് പാട്ട് എഴുതി തരിക. നല്ലൊരു വ്യക്തി, നല്ല മനുഷ്യൻ. അവരെ 2 മക്കളുണ്ട്, ആര്യ, സൂര്യ. അവരെ ഞാൻ പാട്ട് പഠിപ്പിക്കാൻ പോകലായിരുന്നു. അപ്പൊ അതെനിക്ക് അദ്ദേഹം നല്ലൊരു മനുഷ്യൻ, നല്ല മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിന് തുല്യമായിട്ട് ഞാൻ കാണുന്നത്. ആ മനുഷ്യൻ എനിക്ക് പാട്ട് എഴുതി തരും. മാഷ് അവിടെ കൊണ്ടുപോയി പഠിപ്പിച്ചോളി, ട്യൂൺ ചെയ്തിട്ട് പറയും. എൻ്റെ ട്യൂണ് കേട്ടിട്ട് സാറിന് വളരെ സന്തോഷമായിരുന്നു. മക്കളെ പഠിപ്പിക്കുമ്പോൾ ഓടി വരിയിരുന്നു. മാഷ് പഠിപ്പിക്കുമ്പോൾ എൻ്റെ മക്കൾ പാടുകയാണ് ഫസ്റ്റ് കിട്ടും എന്ന് പറഞ്ഞിട്ട്. അത്രയും നല്ല ട്യൂൺ ചെയ്യാനുള്ള കഴിവുണ്ട്. കഴിവ് നമുക്ക് തന്നിട്ടുണ്ട്, ഭാഗ്യം കൂടി വേണമല്ലോ. അപ്പം എന്തായി പറഞ്ഞു വന്നത്, ഇത്രയും എന്തോ ഒന്ന് പറഞ്ഞു വന്നിട്ടായിരുന്നു. അപ്പൊ നമ്മൾ ട്യൂൺ ചെയ്യാം. ഇങ്ങനെയാണ് ട്യൂൺ ചെയ്യല്. പെട്ടെന്ന് മറക്കും എനിക്ക്. അതല്ലേ ഞാൻ പാട്ടൊക്കെ പഠിപ്പിക്കുമ്പോൾ എൻ്റെ വേർഡ്സ് മറന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു തരണം എന്ന് പറഞ്ഞ് നിങ്ങൾ ശരിയാക്കണം എന്നൊക്കെ പറയുന്നത്. അപ്പം ട്യൂൺ ചെയ്ത് ഇങ്ങനെയാണ്, ഈ ഒരു ഇതിലാണ് ട്യൂൺ ചെയ്യാം. അപ്പൊ മനസ്സിലായല്ലോ, ഏത് രാഗത്തിലും ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ ഇത് മോഹനത്തിലാണ് ചെയ്യാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇപ്പൊ എല്ലാം ഏകദേശം മനസ്സിലായല്ലോ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. എന്നിട്ട് നല്ലോണം
ഇനി ഞാൻ അത് ഓരോരോ സംശയങ്ങൾ ഓരോരുത്തർക്ക് ഉണ്ട്, ഒരുപാട് തീർത്തു കൊടുക്കാനുണ്ട്. എനിക്കിപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിക്കും, എന്നിട്ട് വേറെ കാര്യങ്ങൾ വേറെ സംശയങ്ങളൊക്കെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ആളുകൾ പറയുന്നത്, അതൊക്കെ ഞാൻ നിങ്ങൾ പറഞ്ഞുതരാം. ഞാൻ കഴിയുന്ന എല്ലാ സഹായവും ഞാൻ നിങ്ങൾക്ക് ചെയ്യും. ഓക്കെ, എന്നാൽ ഓക്കെ.